രാമായണത്തിലെ കഥാപാത്രങ്ങൾ ഓരോരുത്തരും അത്യന്തം സൂക്ഷ്മമായ മനഃശാസ്ത്രപരവും ആത്മീയപരവുമായ പ്രത്യേകതകളോടുകൂടിയവരാണ്. അവരുടെ ഓരോരുത്തരുടെയും സ്വഭാവ ഗുണങ്ങളും ജീവിത പാഠങ്ങളും മനുഷ്യനിലേക്കുള്ള ദിവ്യബോധത്തിന്റെ പ്രതീകങ്ങളാണ്. അടുത്തതായി വ്യാസൻ അവതരിപ്പിക്കുന്ന വാത്മീകം. എല്ലാ സജ്ജനങ്ങൾക്കും വാത്മീകത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. നമസ്തേ. ഭഗവാൻ രാമനെ രാവണനെതിരെ യുദ്ധം ചെയ്യാനായി സഹായിച്ചത് വാനരന്മാരുടെ സേനയാണ് എന്ന് നമുക്കറിയാം. ആ വാനര സേനയുടെ രാജാവായിരുന്നു കിഷ്കിന്ധയുടെ അധിപതിയായിട്ടുള്ള സുഗ്രീവൻ. സുഗ്രീവൻ എന്ന പദത്തിനർത്ഥം നല്ല ഭാഗത്തേക്ക് കഴുത്തു നീട്ടിയവൻ എന്നാണ്. നല്ല കരുത്തുള്ളവൻ, ധൈര്യശാലി എന്നൊക്കെ ആ പദത്തിന് അർത്ഥമുണ്ട്. പെട്ടെന്നൊരു നാൾ സുഗ്രീവൻ കിഷ്കിന്ധയിലെ രാജാവായ ആളല്ല. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ബാലിയുടെ വധത്തിന് ശേഷമാണ് സുഗ്രീവൻ കിഷ്കിന്ധയിലെ രാജാവായി മാറുന്നത്. എങ്ങനെയാണ് ബാലി സുഗ്രീവ യുദ്ധം നടക്കുന്നത്? അത്യധികം സ്നേഹത്തോടുകൂടി കഴിഞ്ഞിരുന്ന സഹോദരന്മാരായിട്ടുള്ള ബാലിയും സുഗ്രീവനും എങ്ങനെയാണ് വഴക്കിട്ട് പിരിയുന്നത്? ഇതൊക്കെ തന്നെ വിശദമായി രാമായണത്തിൽ പറയുന്നുണ്ട്. ദുന്ദുവി എന്നു പേരുള്ള മായാവിയായിട്ടുള്ള ഒരു അസുരന്റെ തെറ്റിദ്ധാരണ കണക്കാക്കുന്ന ലീലയാണ് ബാലിയെയും സുഗ്രീവനെയും തമ്മിൽ പിരിക്കുന്നത്. തന്നെ ചതിച്ചുകൊണ്ട് തൻ്റെ രാജ്യം സുഗ്രീവൻ നേടിയെടുത്തു എന്ന് അദ്ദേഹത്തിന് തോന്നിയപ്പോഴാണ് ബാലിയെ ഭയന്ന് സുഗ്രീവൻ കിഷ്കിന്ധ വിട്ട് ഋഷ്യമൂകാചലം, അല്ലെങ്കിൽ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന ബാലികേറാമല എന്ന പർവ്വത പ്രദേശത്തേക്ക് യാത്രയാവുന്നത്. ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള പരാജയങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു സുഗ്രീവൻ. അദ്ദേഹത്തിന്റെ ജന്മത്തെക്കുറിച്ചും വളരെ രസകരമായിട്ടുള്ള ഒരു കഥ പറഞ്ഞു കേൾക്കാറുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ സൂര്യന്റെ മകനാണ്. ബാലി ഇന്ദ്രന്റെ മകനാണ്. രണ്ടുപേരുടെയും അമ്മ ഒരാളാണ്. അത് സൂര്യന്റെ സാരഥിയായിട്ടുള്ള അരുണനാണ്. ഒരിക്കൽ സൂര്യന്റെ സാരഥിയായിട്ടുള്ള അരുണന് തോന്നി ദേവലോകത്ത് ചെന്ന് അവിടത്തെ നൃത്തങ്ങളൊക്കെ ഒന്ന് കാണണം. അപ്സരസുകളുടെ നൃത്തം കണ്ട് ആനന്ദിക്കാൻ വേണ്ടി അദ്ദേഹം രൂപം മാറി സ്വയം ഒരു ദേവസ്ത്രീയായിട്ട് മാറിയാണ് ദേവലോകത്തേക്ക് ചെന്നത്. ആ അത്യന്തം സൗന്ദര്യവതിയായിട്ടുള്ള അരുണനെ ആ ദേവസ്ത്രീയുടെ രൂപത്തിൽ കണ്ടപ്പോൾ ഇന്ദ്രന് അവളിൽ അതിയായിട്ടുള്ള മോഹം തോന്നുകയും അവർക്കുണ്ടായിട്ടുള്ള കുട്ടിയാണ് ബാലി. അങ്ങനെയാണ് ബാലി ഇന്ദ്രാത്മജനാവുന്നത്. ഈ വിവരം സൂര്യദേവൻ അറിയുകയും അദ്ദേഹം ഇതേ അരുണനോട് എനിക്കും അങ്ങയുടെ ആ സ്ത്രീരൂപം കാണണം എന്നാവശ്യപ്പെടുകയും ആ രൂപത്തിൽ വളരെയധികം മോഹം തോന്നിയ സൂര്യന് ഉണ്ടായിട്ടുള്ള കുട്ടിയാണ് സുഗ്രീവൻ. അങ്ങനെയാണ് അരുണന്റെ മക്കളായിട്ടുള്ള രണ്ടുപേരും, ബാലിയും സുഗ്രീവനും, ഭൂമിയിലേക്ക് വരുന്നത്. അവർ ആദ്യകാലത്ത് അഹല്യയുടെ ആശ്രമത്തിലാണ് വളർന്നത് എന്നൊക്കെ പ്രക്ഷിപ്തമായി പറഞ്ഞു പോകുന്നുണ്ട്. ഇങ്ങനെ തെറ്റിദ്ധാരണ മൂലം ഏട്ടനെ ഭയന്ന് ഋഷിമുഖാചലത്തിൽ ജീവിക്കുന്ന സുഗ്രീവനെ സഹായിക്കാനാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി സീതാന്വേഷണ സമയത്ത് എഴുന്നള്ളുന്നത്. ഭഗവാന്റെ കരുത്ത് പരീക്ഷിക്കാനായി 7 കരിമ്പനകളെ ഒറ്റ അസ്ത്രം കൊണ്ട് അങ്ങേക്ക് ഛേദിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന സുഗ്രീവനെ രാമായണത്തിൽ കാണാം. ഒറ്റ അസ്ത്രം കൊണ്ട് തന്നെ 7 ആ കരിമ്പനകളെയും ഭഗവാൻ ഛേദിച്ചു എന്ന് പറയുന്നതിലൂടെ പഞ്ചേന്ദ്രിയങ്ങളെയും ഒപ്പം തന്നെ കർമ്മത്തെയും ബുദ്ധിയെയും ഭഗവാൻ ഛേദിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയുള്ള ആ ഭഗവാന്റെ പരാക്രമം കണ്ട സുഗ്രീവനാണ് സഖ്യത്തിൽ ഏർപ്പെടുന്നത്. അങ്ങ് രാജ്യം എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ അങ്ങയുടെ ഭാര്യയെ അങ്ങേക്ക് തിരിച്ചു തരാം. ആ സഖ്യത്തിന് ശേഷം രാജ്യം തിരിച്ചു കിട്ടിയ സാക്ഷാൽ സുഗ്രീവൻ ബാലീവധത്തിന് ശേഷം സുഖലോഭങ്ങളിൽ മുഴുകുകയും സീതാന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും ചെയ്യാതിരിക്കുകയും ചെയ്തു. ലക്ഷ്മണന്റെ അതിയായിട്ടുള്ള കോപത്തോടു കൂടിയിട്ടുള്ള ശാസന രാമശാസനയായി അവിടെ അറിയിക്കപ്പെടുകയും പിന്നീടാണ് സുഗ്രീവൻ വാനരന്മാരെ മുഴുവൻ വിളിച്ച് സീതാന്വേഷണത്തിനായി പല ദിക്കിലേക്ക് പോകാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു ഭാഗം സുഗ്രീവാജ്ഞ എന്നുള്ള പ്രയോഗം കൊണ്ട് വളരെയധികം പ്രസിദ്ധവുമാണ്. അങ്ങനെ എല്ലാ സമയത്തും ഭഗവാനോടൊപ്പം സഞ്ചരിച്ച് ഭഗവാന് വേണ്ടി യുദ്ധം ചെയ്ത് സാക്ഷാൽ സീതാമാതാവിനെ തൻ്റെ കൈകളിലേക്ക് തിരിച്ചേൽപ്പിച്ച ഭക്തൻ തന്നെയാണ്, ഭഗവാന്റെ ഏറ്റവും നല്ലൊരു ഭക്തന്റെ ഒരു റോൾ മോഡൽ തന്നെയാണ് സുഗ്രീവൻ. ആ സുഗ്രീവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും മന്ത്രിയുമായിട്ടുള്ള കഥാപാത്രമാണ് സാക്ഷാൽ ഹനുമാൻ സ്വാമി. തൻ്റെ അച്ഛനായിട്ടുള്ള സൂര്യദേവനിൽ നിന്ന് വിദ്യ അഭ്യസിച്ച ഹനുമാനെയാണ് സാക്ഷാൽ സുഗ്രീവൻ തൻ്റെ കൂടെ കൂട്ടിയത്. ഹനുമാനുമായിട്ടുള്ള സംസർഗം, ഹനുമാനിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകളാണ് സുഗ്രീവന്റെ ഏറ്റവും വലിയ കൈമുതൽ.
അങ്ങനെ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഒന്നായി സുഗ്രീവൻ മാറുന്നു. അദ്ദേഹത്തിന്റെ പത്നിയാണ് രുമ. സുഗ്രീവന്റെ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള പരാജയങ്ങൾ ഉണ്ടായി. സ്വന്തം ജ്യേഷ്ഠൻ തന്നെ അടിച്ചോടിച്ചു. നിരന്തരം ഭയന്ന് ദൂരദേശത്ത് മാറിക്കഴിയേണ്ടി വന്നു. ജീവിതത്തിൽ ഉടനീളം പരാജയം മാത്രം. എപ്പോഴാണ് പരാജയങ്ങളിൽ നിന്ന് സുഗ്രീവന് വിജയത്തിന്റെ ചവിട്ടുപടികൾ കയറാൻ സാധിച്ചത്? എപ്പോഴാണോ രാമനുമായിട്ട് സഖ്യം ചെയ്തത്, അപ്പം മുതലാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ, പരാജയങ്ങളെ മറികടക്കാൻ നാം ഓരോരുത്തരും ചെയ്യേണ്ടത് നമ്മുടെ ആത്മാരാമനുമായി സഖ്യത്തിലേർപ്പെട്ട് നമ്മുടെ സ്വന്തം കഴിവ് തിരിച്ചറിയുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ സഖ്യം നടക്കുക? അതിന് നമ്മളെ സഹായിക്കേണ്ടത് നമ്മുടെ മനസ്സാകുന്ന ഹനുമാനാണ്. ഹനുമാനുമായിട്ടുള്ള സംസർഗമാണ് സുഗ്രീവനെ രാമനിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ നമ്മുടെ മനസ്സിനെ എന്നും നല്ല ചിന്തകളിൽ കൊണ്ടുവന്ന് നമുക്ക് കെട്ടാൻ സാധിക്കുമെങ്കിൽ, നല്ല ചിന്തകളാൽ, നല്ല വാക്കുകളാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് ഏറ്റവും അധികം സമ്പന്നമാക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആത്മാരാമനുമായിട്ടുള്ള നമ്മുടെ സുഗ്രീവ സഖ്യം തീർച്ചയായിട്ടും നടക്കും. അതുകൊണ്ട് ആ സുഗ്രീവാജ്ഞ, സീതാന്വേഷണത്തിന് വേണ്ടി പോവാനായി വാനരന്മാരോട് കൽപ്പിച്ച സുഗ്രീവനെ പോലെ നമുക്കും നമ്മുടെ മനസ്സിനോട് കൽപ്പിക്കാൻ സാധിക്കണം. എന്താണ് കൽപ്പിക്കേണ്ടത്? നിരന്തരം രാമപാദങ്ങളെ ആശ്രയിക്കാൻ, ധർമ്മത്തിനു വേണ്ടി എപ്പോഴും യുദ്ധം ചെയ്യാൻ സന്നദ്ധനാവാൻ നമ്മുടെ മനസ്സിനോടും നമ്മൾ ഓരോരുത്തരും കൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മാറിയാൽ മാത്രമേ ഭഗവാന്റെ ഭക്തന്മാരുടെ പേരുകൾക്കിടയിൽ നമുക്കും ഒരിടമുണ്ടാകൂ എന്ന് സുഗ്രീവന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ കേവലം ഒരു വാനര കഥാപാത്രമായിട്ട് മാത്രം അവശേഷിക്കാതെ സീതാന്വേഷണത്തിന് വേണ്ടി ഏറ്റവും അധികം പങ്ക് വഹിച്ച കിഷ്കിന്ധയിലെ വാനര രാജാവായിട്ടുള്ള സുഗ്രീവനെ സ്മരിച്ചുകൊണ്ട്, അദ്ദേഹം സീതാന്വേഷണത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ത്യാഗങ്ങളെ, അദ്ദേഹത്തിന്റെ കഴിവുകളെ സ്മരിച്ചുകൊണ്ട് ഈ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാം. മറ്റൊരു കഥാപാത്രവുമായി വാത്മീകത്തിന്റെ അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.